ഒരു പരിധിവരെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ തന്നെ ബാധിക്കുന്നത് ഈ കോമഡി സീനൊക്കെ എഴുതുമ്പോൾ ഈ സിഗരറ്റ് ഇങ്ങനെ പുകച്ച് തള്ളുമായിരുന്നു, എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇമോഷണലായിട്ടുള്ള സീൻസ് അത് ഹൃദയം കൊണ്ട് അതേ എഴുതും, പെട്ടെന്ന് എഴുതും, സീൻ റെഡിയാണ്. പിന്നെ അത്ഭുതകരമായിട്ടുള്ള കഴിവെന്ന് പറയുന്നത് സീൻ ഓർഡർ എന്നുള്ളത് 1 to 100 അല്ലെങ്കിൽ ചിലപ്പോൾ ഡയലോഗ്സ് എഴുതിയിട്ടുണ്ടാവില്ല. ആദ്യ ദിവസം എഴുതുന്നത് ചിലപ്പോൾ 100ാമത്തെ അല്ലെങ്കിൽ 98ാമത്തെ സീനിൻ്റെ ഡയലോഗ് അത്രയ്ക്ക് മനസ്സിൽ പതിപ്പിച്ചാണ് എഴുതുന്നത്. അപ്പോൾ പ്രേക്ഷകരുടെ നിലവാരം ഉയർത്തുന്നതിൽ ശ്രീനിവാസൻ വലിയ പങ്കുവഹിച്ചു. ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ ശ്രീനിവാസൻ്റെ ഹാസ്യം എന്ന് പറയുന്നത് അതേപോലെ ഒരു ഹാസ്യമില്ല. അപ്പം മലയാളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ജീനിയസുകളിൽ ഒരാളാണ്. ഈ പ്രേക്ഷകരുടെ നിലവാരം ഉയർത്തുന്ന പ്രതിഭകൾ അത് അപൂർവമേ മലയാള സിനിമയിലുള്ളൂ. അവരുടെ കൂട്ടത്തിൽ എന്തുകൊണ്ടും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീനിവാസൻ. അദ്ദേഹം എടുത്തിട്ടുള്ള എഫേർട്സ്, അദ്ദേഹം എടുത്തിട്ടുള്ള പെയിൻസ്, ഒരു പരിധിവരെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ തന്നെ ബാധിക്കുന്നത് ഈ കോമഡി സീനൊക്കെ എഴുതുമ്പോൾ ഈ സിഗരറ്റ് ഇങ്ങനെ പുകച്ച് തള്ളുമായിരുന്നു, എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഞാനുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അത്ര ആത്മബന്ധമുണ്ട്. കാരണം എന്നെ സിനിമ ഒരു നടനാക്കുന്നതിൽ 3 പേര് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്നസെൻ്റ് ആയിട്ടും മറുപടി കളിച്ചിട്ടുണ്ട് ശ്രീനിവാസൻ. ഇവർ അഭിനയത്തെക്കുറിച്ച് ശ്രീനിവാസനാണ് എന്നെ ഒരു കഥാകൃത്താക്കിയത്, ഒരു തിരക്കഥാകൃത്താക്കിയത്. അതിനുവേണ്ടിയുള്ള ബാലപാഠങ്ങൾ എനിക്ക് പറഞ്ഞു തന്ന ശ്രീനിവാസനാണ്. അപ്പോൾ ശ്രീനിവാസൻ്റെ ഒരു ബോൾഡ് അപ്രോച്ച് ഏത് കാര്യത്തിനും, ഒരു സോഷ്യലായിട്ടുള്ള ഒരു ആസ്പെക്റ്റ്, ഒരു സാംസ്കാരിക നായകനെ നമ്മൾ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടും വിളിക്കാൻ അർഹതയുള്ള ഒരു വ്യക്തിത്വമാണ് ശ്രീനിവാസൻ. അദ്ദേഹത്തിന് ബോൾഡാണ്. എനിക്കൊക്കെ ആണെങ്കിൽ ഞാനൊക്കെ എപ്പോഴും ഡിപ്ലോമസിയുടെ ഒരു പാതയാണ് എപ്പോഴും കൈക്കൊള്ളാറ്. ഞാൻ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും എന്നുള്ളൊരു ചിന്ത എന്നെ ഒരു നയിക്കുമായിരുന്നു. ശ്രീനിവാസൻ അങ്ങനെ ഒരു ചിന്തയില്ല. ശ്രീനിവാസൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു കാര്യം തോന്നിക്കഴിഞ്ഞാൽ അത് പറയും. സമൂഹത്തിൽ ഏത് പാർട്ടിയുടെ എതിർപ്പ് ക്ഷണിച്ച് വ്യത്യാസം വേണ്ടില്ല, ഏത് പ്രസ്ഥാനത്തിൻ്റെ എതിർപ്പ് ക്ഷണിച്ച് വ്യത്യാസം വേണ്ടില്ല, എനിക്ക് പറയാനുള്ളത് വ്യക്തമായിട്ട് പറയുക, ആർജവത്തോടെ പറയുക. പിന്നെ ഒരു ഡെഡിക്കേറ്റഡ് ലൈഫായിരുന്നു. എഴുതുമ്പോൾ എന്ന് പറഞ്ഞിരുന്നാൽ അദ്ദേഹത്തിന് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. പലപ്പോഴും സീൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് സീൻ എഴുതിക്കൊണ്ട് അദ്ദേഹം ലൊക്കേഷൻ വന്ന കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിച്ചു. പിന്നെ ഒരിക്കലും സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഡയലോഗ്സ് സംസാരിക്കുമ്പോൾ ഇത്രയധികം ഹ്യൂമറുള്ള ഒരു നടനെ ഒരു കഥാകൃത്തിനെ ഞാൻ മലയാള സിനിമയിൽ കണ്ടിട്ടുണ്ട്. അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയിലാണ് വ്യക്തമായിട്ടുള്ള സ്റ്റാമ്പുള്ള വടക്കു നോക്കിയ യന്ത്രം, അതേപോലെ ഇതിൽ വടക്കു നോക്കിയ യന്ത്രത്തിൽ അഭിനയിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത്ര സിമ്പിളായിട്ടുള്ള മനുഷ്യനാണ്. ഒരു വേഷം നമുക്ക് വിളിച്ച് തരുമ്പോൾ പോലും ഇത് തലക്കേറില്ലാത്തൊരു വേഷമാണ്, നിനക്കെത്ര ഗുണം ചെയ്യുമെന്നറിയില്ല, പക്ഷേ പടത്തിന് ഗുണം ചെയ്യും എന്നാണ് അദ്ദേഹത്തിൻ്റെ സംസാരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള മനുഷ്യൻ. കാരണം സ്വയം കളിയാക്കുക. ഏറ്റവും ഉദാത്തമായ ഹാസ്യം ഇപ്പോൾ എല്ലാവരും കുഞ്ചൻ നമ്പ്യാർ, സഞ്ജയൻ, VK ആ ശ്രേണിയെപ്പെടുത്താനുള്ള കാരണം വെച്ചാൽ മറ്റുള്ളവരെ കളിയാക്കുന്നതിനല്ല അദ്ദേഹത്തിന് താല്പര്യം. സ്വയം കളിയാക്കുക. നമ്മളൊരു കാര്യം അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ പോലും അതിനെ കളിയാക്കിക്കൊണ്ട് സ്വയം കളിയാക്കിക്കൊണ്ടുള്ള മറുപടിയാണ്. ഒരു അവാർഡ് കിട്ടുമ്പോൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം തിരിച്ചു പറയുന്ന അദ്ദേഹത്തിനെ സ്വയം കുറിച്ചാക്കിക്കൊണ്ടൊരു മറുപടിയാണ് പറയാറുള്ളത്. അപ്പോൾ മറ്റുള്ളവരെ കളിയാക്കുന്നതിനേക്കാളും സ്വയം കളിയാക്കിയ തൻ്റെ രൂപം അത്ര സുന്ദരമല്ല എന്നും തനിക്ക് പൊക്കപ്പുറമുണ്ടെന്നും ഒക്കെ ഒരു വലിയ പരിമിതിയായിട്ട് പ്രേക്ഷകരുടെ മുന്നിൽ അറിയിച്ചപ്പോൾ, അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ വാക്കുകളിലൂടെ അറിയിച്ചപ്പോൾ പ്രേക്ഷകർ ഈ പൊക്കമില്ലായ്മയും ഈ സൗന്ദര്യം വലിയ സൗന്ദര്യമാണെന്നുള്ള രീതിയിലാണ് തിരിച്ചു കൊടുത്തത്. ശ്രീനിവാസൻ മലയാള സിനിമയ്ക്ക് ഒരുപാട് തന്നിട്ടുണ്ട്. എനിക്കുൾപ്പെടെയുള്ള ഒരുപാട് കലാകാരന്മാർ ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. തിരിച്ച് ശ്രീനിവാസന് നമുക്ക് തിരിച്ചു കൊടുക്കാൻ അധികം കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരുപാട് സ്റ്റാർസിനെ ക്രിയേറ്റ് ചെയ്തു, ഒരുപാട് സംവിധായകർ ഇവിടെ സൃഷ്ടിച്ചു, ഒരുപാട് മികച്ച സൃഷ്ടികൾ അദ്ദേഹം മലയാള സിനിമയ്ക്ക് തന്നിട്ടുണ്ട്. തിരിച്ച് മലയാള സിനിമയ്ക്ക് നൽകാൻ കഴിഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം മലയാള സിനിമയ്ക്ക് എന്ത് തന്നു അതിനനുസരിച്ചുള്ള ഒരു കാര്യങ്ങൾ തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ ജനകീയമായിട്ടുള്ള ഹാസ്യമാണ്. ജീവിതത്തിൻ്റെ ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഹാസ്യം, സാധാരണക്കാരൻ്റെ ലൈഫ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ വായനയിലൂടെ തനിക്ക് ലഭിച്ച അനുഭവങ്ങൾ, ജീവിതാനുഭവങ്ങൾ, തിക്തമായ അനുഭവങ്ങളുടെ തീച്ചൂടാന്നൊക്കെ പറയാം. അതെല്ലാം തുറന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഭേദപ്പെട്ട ഒരു കുടുംബത്തിൽ, സാമ്പത്തികമായിട്ട് വലിയ കുഴപ്പമില്ലാത്തൊരു കുടുംബത്തിൽ ജനിച്ചിട്ട് പിന്നീട് തകർച്ച വരികയാണ്. ആ തകർച്ചയൊക്കെ വരവേൽപ്പ് വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ അതിൽ നിന്നും അപ്പോൾ അഭിമാനത്തിന് കുഴപ്പം കൂട്ടാൻ വരുന്ന ഒരു കാര്യവും ചെയ്തിട്ടില്ല. പട്ടിണി കിടന്നിട്ടുണ്ട്, പക്ഷെ ഒരാളോട് കയ്യിൽ പൈസ ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം തൻ്റെ ഒരു കഴിവാണെന്ന് ഒരിക്കലും സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. ഇതൊക്കെ ഭവിക്കുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ആ ഡെഡിക്കേറ്റ് ആയിട്ടുള്ള ഒരു വലിയ കലാകാരൻ, വാക്കെടുത്തെന്ന് പറഞ്ഞാൽ എനിക്ക് ദിവസങ്ങളോളം പറയാൻ കഴിയും ശ്രീനിവാസനെ കുറിച്ച്. അത്രയധികം അദ്ദേഹം കുട്ടികളുമായിട്ടുള്ള പലപ്പോഴും മൂത്ത മകൻ വിനീത് ആദ്യമേ ഡയറക്ടർ ആവാനായിരുന്നു വിനീതിൻ്റെ ആഗ്രഹം. അപ്പോൾ ശ്രീനിവാസൻ എന്നോട് പറഞ്ഞു, അവൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, അവന് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പറഞ്ഞ് നിൽക്കുക, നീ അവനോടൊന്ന് പറയണം, ബേസിക് ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുത്തതിന് ശേഷം എവിടെ വേണമെങ്കിലും പോകാൻ പറയണം എന്ന് പറഞ്ഞ് എന്നെയാണ് ഏൽപ്പിച്ചത്. ഞാനാണ് വിനീതിനോട് പറഞ്ഞത്, വിനീത് എങ്ങനെയെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യും, അത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ്.
അതിനുശേഷം സിനിമ എന്ന് പറഞ്ഞ ഒരു റിസ്കി ഫീൽഡാണ് എന്ന് വിനീതിനെ ഞാൻ കൂടെ ഉപദേശിച്ചാണ് വിനീത് എഞ്ചിനീയറിംഗിന് പോയത്. അതല്ല ധ്യാനിൻ്റെ കാര്യവും സഹോദരിയുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും ഈ കാര്യങ്ങളിലൊക്കെ തന്നെ എന്നോട് കലാകാലങ്ങൾ എല്ലാ കാര്യങ്ങളിലും എന്നെ അറിയിക്കുമായിരുന്നു.